ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് പുതിയതായി വിരിഞ്ഞ ഒരു ഹാങ്ങിങ് വിങ്ക നിങ്ങളെ കാണിക്കാൻ വന്നതാണ്. ഇതേ കണ്ടോ, ഇതാണ് കേട്ടോ അത്. ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാനിത് 1-2 പേർക്ക് വിൻകയൊക്കെ നന്നായിട്ട് സെയിൽ ചെയ്യുന്ന വളർത്തുന്ന 2-3 പേർക്ക് ഞാനിത് ഇട്ട് കൊടുത്തു. പക്ഷേ അവർക്ക് വലിയ ധാരണയൊന്നുമില്ല ഇതേതാന്നുള്ളത്. ഇതെനിക്ക് കിട്ടിയതുണ്ടല്ലോ, ആമസോണിൽ നിന്ന് ഞാൻ സീഡ് വാങ്ങി കേട്ടോ. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു പാക്കറ്റ് സീഡ് വാങ്ങി നോക്കി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്ലാന്റുകളാണ് കേട്ടോ ഇത്. ഇതേ കണ്ടോ, ഇതും ഈ വൈറ്റും എനിക്ക് അതിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. കുറച്ചധികം സീഡ്, ഒരു 10-30ഓളം സീഡ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു 8-10 പ്ലാന്റാണ് കേട്ടോ അതിൽ നിന്ന് കിട്ടിയത്. അതിൽ 2 അപ്രൈറ്റ് ആയിപ്പോയി. ബാക്കിയൊക്കെ എല്ലാം ഹാങ്ങിങ് ആയിട്ട് തന്നെ കേട്ടോ കിട്ടിയത്. അതിലൊരു വൈറ്റാണ് ഇത് ആ സീഡിൽ നിന്ന് തന്നെ കിട്ടിയ അപ്രൈറ്റാണ്. അത് ഞാൻ നോക്കട്ടെ, ഫ്ലവറായി കഴിഞ്ഞ് നല്ല ഫ്ലവറാണെങ്കിൽ നിർത്തും, ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റും കേട്ടോ. പിന്നെന്താ പറയുക, പിന്നെ ആമസോണിൽ നിന്നും എടുക്കുന്ന സീഡുകളൊക്കെ മുളച്ച് കിട്ടാറില്ല എന്നൊക്കെ ഞാൻ ഇന്നലെയാണ് കേട്ടോ അറിയുന്നത്. അതറിഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഞാൻ വാങ്ങില്ലായിരുന്നു. എന്തായാലും അറിയാതിരുന്നത് നന്നായി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ കാണാൻ പറ്റിയത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. നിങ്ങൾക്കൊക്കെ ഹാങ്ങിങ് വിങ്കയാണോ കൂടുതലിഷ്ടം, അതോ അപ്രൈറ്റ് വിങ്കയാണോ ഇഷ്ടം? എനിക്ക് ഹാങ്ങിങ് ആണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സീഡൊക്കെ വാങ്ങിയിടുമ്പോൾ ഹാങ്ങിങ് വിങ്ക എന്ന് പറഞ്ഞിട്ട് സീഡ് വാങ്ങുമ്പോഴും ചിലപ്പോൾ അതിൽ അല്ലാത്ത ഇതുപോലെയുള്ള അപ്രൈറ്റ് വിങ്കകൾ വരാറുണ്ട് കേട്ടോ. പക്ഷേ അത് ഞാൻ ഫ്ലവർ ആവുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളേഴ്സ് ആണെങ്കിൽ ഞാൻ നിർത്തും. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള 2-3 കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാവേ. ഇഷ്ടം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആയതുകൊണ്ട് നിർത്തുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് പക്ഷേ ഞാൻ സീഡിട്ട് മുളപ്പിച്ചതല്ല. ഇതെനിക്ക് ഹാങ്ങിങ് വിങ്കയെന്ന് പറഞ്ഞിട്ട് ഒരാൾ തന്നതാണ്. പക്ഷേ ഇത് ഹാങ്ങിങ് വിങ്കയല്ല, ഇങ്ങനത്തെയാണ്. ഞാനപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഒരാൾക്ക് കൊടുത്ത് നേരം ഒരു കട്ടിങ്സ് ഞാനെടുത്ത് വെച്ചതാണ് കേട്ടോ ജിഫിയിൽ. അത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ കളർ കിട്ടുന്നില്ല ക്യാമറയിൽ. പിന്നെ ഇത് വന്നിട്ട് ഇത് ഞാൻ ഈ പൂവ് കണ്ട് ഭംഗി ഇഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ വാങ്ങിയതാണ്. അത് ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഐഡിയ തോന്നും കേട്ടോ, അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കണ്ടില്ലേ, ഈ വേസ്റ്റായി കിടന്ന പൈപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ നിറച്ചിട്ട് പ്ലാന്റ്സൊക്കെ നട്ട് വെക്കാറുണ്ട്. ഇതും ഇതുപോലെ തന്നെ ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾ തന്നതാണ്. പക്ഷേ അത് ഹാങ്ങിങ് അല്ല, കളറ് നല്ല ഭംഗിയാണ്, അതുകൊണ്ട് സേവ് ചെയ്യുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പൈപ്പിലൊക്കെ ചെയ്യുന്ന, അതേ കണ്ടില്ലേ, ഇതുപോലൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഹാങ്ങിങ് ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സീഡ് മുളപ്പിച്ച പ്ലാന്റുകളാണ്. സീഡ് മുളപ്പിച്ച് ചെറിയ തൈകൾ ഞാൻ ഇതുപോലെ വെക്കുന്നതാണ്. വേറെയും കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്ലവർ ആകുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ഓരോ ഐഡിയകളൊക്കെ വെച്ച് ചെയ്താൽ നല്ല രസമായിരിക്കില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. അന്നേരം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഗിവ് അവേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ. പിന്നെ എൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.